ബൈജു നമുക്കൊപ്പം തുടരുന്നുണ്ട് ശിരൂരിൽ നിന്നും. ബൈജു, ഈ ജിയോളജിക്കൽ സർവേയുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അവിടെ രാത്രിയിൽ തിരച്ചിൽ പാടില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നു, അല്ലെ? ഈ അങ്ങനെ ഒരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിലുണ്ടോ? കാരണം ഈ പകല് മാത്രം തിരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമല്ലല്ലോ അവിടെ ഉള്ളത്. അങ്ങനെ റവന്യൂ മന്ത്രി അടക്കം പറയുകയുണ്ടായി. തീർച്ചയായും ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനം ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യുദ്ധമുഖത്ത് ഇത്തരത്തിൽ പോരാടുന്ന സേനാംഗങ്ങളാണ്. 40 അംഗ സേനാംഗങ്ങളാണ്. അതിനുമപ്പുറം അവരുടെ സേവനം ഇവിടെ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതിനുമപ്പുറം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, അതായത് MEG എന്നറിയപ്പെടുന്ന ഈ ബംഗളൂരുവിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അത്യാവശ്യമായി എത്തേണ്ടത്. കാരണം വലിയ തോതിലുള്ള മണ്ണിടിച്ചൽ, പല ഭാഗങ്ങളിലും മണ്ണ് ഇപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിൽ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ മണ്ണും നീക്കം ചെയ്യുക, അതിന് കരസേനയുടെ സേവനം നമ്മൾ ഉപയോഗിക്കുക. അതിനും അപ്പുറം ഈ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ MEG എന്ന് പറയുന്ന ഈ പ്രത്യേക സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഈ സംഘത്തെയാണ് അടിയന്തരമായി ഇവിടെ എത്തിക്കേണ്ടതെന്ന ഒരു ആവശ്യമാണ് ഉയരുന്നത്. കാരണം ഇവർക്ക് ബോംബ് പോലുള്ള വസ്തുക്കൾ ഭൂമിക്കടിയിലുണ്ടെങ്കിൽ, ആഴത്തിലുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന വലിയ തോതിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ നിരവധി ഇടങ്ങളിലായി ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുമോ എന്ന കാര്യമാണ് വളരെ അടിയന്തരമായി കണ്ടെത്തേണ്ടത്. അങ്ങനെയെങ്കിൽ രക്ഷാപ്രവർത്തനം മറ്റ് ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള സേനാംഗങ്ങളെയും കൂടി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ ട്രക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതുള്ളൂ. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ രാവിലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഒപ്പം നേവിയുടെ സംഘം പുഴയിലുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടോ മറ്റോ സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇതിൽ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന പരാതിയും പ്രതിഷേധവും ഒക്കെ ഇവിടെ ഉയരുന്നുണ്ട്. അത് കണ്ടെത്തുക. ഒപ്പം അർജുനന്റെ വാഹനത്തിന്റെ ഏതെങ്കിലും അവശിഷ്ടം ഈ പുഴയുടെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഗൾ വിദഗ്ധരൊക്കെ ഇത്തരത്തിൽ വലിയ തോതിൽ പരിശോധന നടത്തിയെങ്കിലും അത്തരം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ റവന്യൂ മന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് പുഴയിലുള്ള തിരച്ചിലും ശക്തമാക്കിയത്. ഏതായാലും ഈ പുഴയുടെ തീരത്തായി നിരവധി മണ്ണുകൾ ഇപ്പോഴും അടിഞ്ഞു കിടക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് ഈ ലോറി കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അതിന് ഒരു പക്ഷേ ദിവസങ്ങളോളം വേണ്ടിവരും. അത്രത്തോളം വലിയ ഒരു മലയിടിഞ്ഞാണ് ഈ പുഴയിൽ ഇത്തരത്തിൽ പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ MEGയുടെ സേവനം വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്ത് അടിയന്തരമായി ഈ സ്ഥലത്ത് പ്രയോജനപ്പെടുത്തണമെന്ന് പറയുന്നത്. ആദ്യം ഇവരുടെ ഈ സാങ്കേതിക സംഘം എത്തി ഈ സ്ഥലം ഒക്കെ ഒന്ന് പരിശോധിച്ച് എവിടെയാണ് ഈ ലോറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഈ ലോറി ഇവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തേണ്ടത്. ഏതായാലും വലിയ തോതിലുള്ള മണ്ണിനടിയിലേക്ക് ഈ ലോറി ഇത്തരത്തിൽ ആഴ്ന്നു പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഈ റോഡിലാണ് ലോറി ഉണ്ട് എന്ന് പറയാൻ പ്രധാനമായും കാരണം വളരെ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ലോറി ഉൾപ്പെടെ ഈ താഴെ ഭൂമിയിൽക്കടിയിലേക്ക് കുറച്ച് ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും ഇവർ പറയുന്നുണ്ട്. എന്തായാലും വലിയ സൗകര്യമുള്ള ഒരു ലോറിയാണ്, അത്രത്തോളം ബലമുള്ള ഒരു ലോറിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ലോറി വലിയ തോതിൽ തകർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം വളരെ വൈകിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമുക്ക് ചെറിയൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം നമുക്ക് ഈ കാര്യത്തിൽ ഈ പ്രതീക്ഷ വെച്ചു പുലർത്താൻ പറ്റും. ഇനിയും സമയം വൈകുന്തോറും ഈ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും അവസാന മണിക്കൂറുകളിൽ, അതായത് ഈ പ്രതീക്ഷയുടെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ ഈ രക്ഷാ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള തിരച്ചിലിന് പുറമെ കുറച്ചുകൂടി ഊർജ്ജമായ തിരച്ചിൽ അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ ഇവിടുന്ന് കുടുംബങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഇവരുടെ ബന്ധുവിനെ നമ്മൾ കണ്ടത്. അതുമാത്രമല്ല ഈ രക്ഷാ ദൗത്യത്തിൽ ഇപ്പോൾ പങ്കാളിയായ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ ഇതിലും വലിയ ദുരന്ത മുഖത്ത്, അതായത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തൊക്കെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുഴുകിയ ആളാണ് രഞ്ജിത്ത്. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ പരിചയമുണ്ട്. അത് ജില്ലാ പോലീസ് മേധാവിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെയും ഇപ്പോൾ ഈ രക്ഷാ ദൗത്യത്തിന് ഇവരുടെ പങ്കാളിയാക്കിയത് തന്നെ. ഒരു ദിവസം അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യം വന്നു. എന്തായാലും സൈന്യത്തിനൊപ്പം അദ്ദേഹവും ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളി ആയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. അത് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. ഈ ലോറി കണ്ടെത്തുക, അതാണ് പ്രധാനം. ആ ലോറി കണ്ടെത്തിയാൽ അർജുനിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് സാധിക്കും. ആ ലോറി കണ്ടെത്താനുള്ള പരിശ്രമമാണ് വേണ്ടത്.
ചെയ്യേണ്ടത്. അതിന് ഇത്തരത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം. സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ലോറി കണ്ടെത്തുക. കഴിഞ്ഞ ദിവസം റഡാർ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയെങ്കിൽ ഇരുമ്പ് മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് റഡാറിൽ കാണും. അത് ലോറിയാണോ അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളാണെന്നോ കണ്ടെത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് ആ മണ്ണൊക്കെ നീക്കം ചെയ്ത് അത് ഉറപ്പുവരുത്തുന്ന സാഹചര്യം വരും. അതല്ല, കൃത്യമായ സംവിധാനം നമുക്കറിയാം. കരസേനയുടെ കയ്യിൽ അത്തരത്തിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. ഒരു പക്ഷേ സൈന്യത്തിന് ഈ വിവരം കലക്ടർ ധരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും ഏത് രീതിയിലാണ് ഇവിടുത്തെ ഒരു സാഹചര്യമെന്നും അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയം ഉണ്ട്. അത് നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഈ യുദ്ധമുഖത്തൊക്കെ പോരാടുന്ന വലിയ അത്തരത്തിലുള്ള ഒരു സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് ഇവിടെ ഒരു തീർച്ചയായും അവരെ നമുക്ക് ഇവിടെ പ്രയോജനപ്പെടും. അത് വലിയ പ്രതീക്ഷയും ആശ്വാസം പകരുന്നത് തന്നെയാണ്. അതിനുമപ്പുറം അവർക്കൊപ്പം തന്നെ സാങ്കേതിക വിദഗ്ധരുടെ ആവശ്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആവശ്യമുണ്ടായിരുന്നത്. 7 ദിവസമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തെരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ ഈ സൈന്യവും ഈ തെരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ സമാനമായ രീതിയിൽ മണ്ണ് ഇവിടുന്ന് നീക്കി ലോറി ഇതിനകത്തുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധന എത്രത്തോളം ഫലപ്രദമാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്നത് നമുക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ പ്രതീക്ഷയോടുകൂടി നമുക്കിവിടെ കാത്തിരിക്കാൻ കഴിയൂ എന്ന് പറയേണ്ടി വരും. ഏതായാലും അവസാന പ്രതീക്ഷയാണ്. അതിന് എത്രയും പെട്ടെന്ന് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതായാലും ഇവരെല്ലാം തെരച്ചിൽ ഇവിടെ ഇപ്പോൾ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. കാലാവസ്ഥ അത് വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ പ്രയോജനപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിൽ ഏത് സമയത്തും മഴ വരാം. മഴ ഇത്തരത്തിൽ ഇടയ്ക്കിടെ വരുന്ന ഒരവസ്ഥ, മഴ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ശക്തമായ മഴ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാറ്റുണ്ടാകുന്ന ഒരു പ്രദേശം, മണ്ണിടിച്ചൽ ഇനി ഭാവിയിൽ വീണ്ടും ഉണ്ടായാൽ അതും വലിയ ആശങ്കയുണ്ടാകും. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ സ്ഥലത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ മുകളിൽ നിന്നും കുന്നിടിഞ്ഞ് മണ്ണ് പതിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതും വലിയ ദുരന്തത്തിലേക്കായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് സമയം ഒട്ടും കളയാനില്ല. ഇനി നമുക്ക് അത്തരത്തിൽ നേരത്തെയൊക്കെ പറയുന്നത് പോലെ വലിയ പ്രതീക്ഷ എന്നത് നമുക്ക് ഇനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് ഒന്നുമല്ല. ഇന്ന് അവസാനത്തെ പ്രതീക്ഷയാണ്, അവസാന മണിക്കൂറുകളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ. അതല്ലെങ്കിൽ നമ്മൾ ഇവരുടെ സഹോദരനൊക്കെ ആശങ്കപ്പെട്ടതുപോലെ ജഡമായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് ജീവനോടെ തന്നെ അർജുനെ തിരിച്ചു വേണം എന്ന ഒരു പ്രാർത്ഥന ഒരു കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. ഇത്രയും വലിയൊരു ലോറി, വലിയൊരു ട്രക്ക്, വലിയ മരവും മറ്റുമായി കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് മണ്ണിനടിയിൽ പെട്ടിട്ട് അത് കണ്ടെത്താൻ 7 ദിവസമായിട്ടും സാധിക്കാത്ത ഒരു സംവിധാനം. ഇനി ഏതായാലും കരസേനയുടെ തെരച്ചിൽ ഇന്നാണ് ആരംഭിച്ചത്. നമുക്ക് ഇനി പ്രതീക്ഷയുള്ളത് അവരുടെ തിരച്ചിലാണ്. അതിനൊപ്പം തന്നെ സാങ്കേതിക വിദഗ്ധർ കൃത്യമായ സ്ഥലം കണ്ടെത്തിയാൽ ആ പ്രദേശത്ത് ഇപ്പോൾ ഉള്ള കരസേനയുടെയും ഒപ്പം നേവിയുടെയും മറ്റ് എല്ലാ വിഭാഗങ്ങളുടെയും സംയുക്തമായ ഒരു പരിശോധനയാണ് നടക്കേണ്ടത്. ശരി, അതാണ് എന്തായാലും അഡ്വാൻസ് റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വേഗം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുവെന്ന് വിദഗ്ധരടക്കം പറയുന്ന സാഹചര്യം, ആ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. പല ഘട്ടങ്ങളിലും നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ശിരൂരിൽ അതെത്താൻ വൈകുന്നു എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ട് അധികൃതർ അതിനാവശ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ എത്തുന്നില്ല? എന്തുകൊണ്ട് തിരച്ചിൽ വളരെ വേഗത്തിലാക്കുന്നില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നതിലും ഇന്ന് സൈന്യം അത്തരത്തിലുള്ള സംവിധാനങ്ങളുമായി എത്തും. തിരച്ചിൽ വളരെ വേഗത്തിൽ പൂർത്തിയാകും. അർജുനിലേക്ക് വളരെ വേഗം, അർജുൻ എവിടെയെന്ന് കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അർജുനിലേക്കുള്ള ആ ദൂരം വളരെ കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തിരച്ചിൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അർജുൻ ജീവനോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന ആ കുടുംബത്തിനും അർജുനും ഒപ്പമുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. വളരെ വേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.